ഇപ്പോൾ ബജറ്റ് വന്നു. ബജറ്റിനെ നമ്മൾ വനിതകൾ എങ്ങനെയാണ് കാണുന്നത്, വിശകലനം ചെയ്യുന്നത് എന്ന് അറിയണ്ടേ. അപ്പോൾ നമുക്കൊരു അതിഥിയുണ്ട്. ശ്രീമതി ബിജു ഷിബു ആണ്, KLM മാക്സ്വാഫ് ഇൻവെസ്റ്റിൻ്റെ ഡയറക്ടറാണ്. ഗുഡ് ഈവനിങ് ശ്രീമതി ബിജി ഷിബു. ഇപ്പോൾ ഇന്നത്തെ ബജറ്റ് ഒരു ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞിട്ടാണ് ധനമന്ത്രി ആ ബജറ്റ് ആരംഭിക്കുന്നത്. പക്ഷേ എത്രത്തോളം ഹാപ്പിയാണ് ആ ബജറ്റ്, എത്രത്തോളം ആശാവഹമായ കാര്യങ്ങൾ അതിലുണ്ട്? ഗുഡ് ഈവനിങ്. ഇന്നത്തെ ബജറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ധനമന്ത്രി എന്ന നിലയിൽ KN ബാലഗോപാൽ അവതരിപ്പിച്ച വളരെ ശരാശരിയായ ഒരു ബജറ്റായിരുന്നു ഇന്ന്. ഇതിന്റെ പോസിറ്റീവ് വശം എന്ന് പറഞ്ഞാൽ പൊതുവെ സംസ്ഥാനത്ത് സാമ്പത്തിക നില മെച്ചപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. സാമ്പത്തിക നില മെച്ചപ്പെട്ടതിനോടനുബന്ധിച്ച് തന്നെ നികുതി ഇതര വരുമാനവും വർദ്ധിപ്പിക്കുക എന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വശമാണ്. എന്നാൽ സർക്കാരിന്റെ എക്സ്പെൻസ് വളരെ കൂടുതലായിട്ടുണ്ട്. സർക്കാരിൽ വന്നിരിക്കുന്ന ഈ സാമ്പത്തിക വരുമാനം കേരളത്തിനെ സംബന്ധിച്ച് വികസനത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ട ഒരു തുകയായി നമുക്ക് കണക്കാക്കാം. എന്നാൽ ഈ ബജറ്റ് കേൾക്കുമ്പോൾ വികസനത്തിന് വേണ്ടി ഒന്നും തന്നെ മാറ്റിവച്ചിട്ടില്ല എന്ന് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു ബജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് പ്രചോദനം നൽകുന്ന, അല്ലെങ്കിൽ ജനങ്ങൾ വളർത്തിയെടുക്കേണ്ട എല്ലാ സൗകര്യങ്ങളെയും തച്ചുടയ്ക്കുന്ന രീതിയിലുള്ള ഒരു ബജറ്റായിരുന്നു ഇന്ന് നമുക്ക് കേൾക്കുവാനും കാണുവാനും സാധിച്ചിരിക്കുന്നത്. അതെ, ഇതിലിപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് നികുതിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പല നികുതി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാ, വലിയൊരു ഭാരം ഏൽപ്പിക്കുന്ന ഒന്നാണോ പൊതുജനങ്ങളെ സംബന്ധിച്ച്? തീർച്ചയായിട്ടും അത് നികുതിയെ പറ്റി പറയുകയാണെങ്കിൽ ജനങ്ങൾക്ക് ആശാവഹമായ ഒരു നിർദ്ദേശമാണ് ഗവൺമെന്റ് നടത്തിയിരിക്കുന്നത്. നികുതി കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് അത് എടുക്കാതിരിക്കുകയും എന്നാൽ ലാൻഡ് ടാക്സ് പോലെയുള്ള നികുതി വർധനവ് 50% ആണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരിക്കലും താങ്ങുവാൻ സാധിക്കുകയില്ല. അവരുടെ ദൈനംദിന ജീവിതത്തെ തന്നെ ബാധിക്കുന്ന ഒരു നികുതി ബജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരിക്കലും ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയില്ല എന്നുള്ളതിന് ഒരു മാറ്റവുമില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളിപ്പോൾ ഈ സാധാരണ ഗ്രാമീണ മേഖലയിലൊക്കെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളാണെങ്കിലും ആ രീതിയിലാണല്ലോ. ഈ ചെറുകിട കർഷകരെ, അതുപോലെ ഒറ്റയ്ക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ, അവരെ യോജിപ്പിച്ച ഒരു കൂട്ടായ്മയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സാധാരണക്കാരാണ്, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരാണ് അവർ പലരും. അപ്പോൾ പലരും വീടുകളിൽ ഈ ക്ഷേമ പെൻഷൻ അതുകൊണ്ട് വലിയൊരു ഉപകാരമാണ് അവർക്ക്. അതിലൊരു വർധനയുണ്ടാകുമെന്ന വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അതുണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ അത് വല്ലാത്ത നിരാശയുണ്ടാക്കുന്നു. അതെ, ഉറപ്പായിട്ട് എല്ലാവരും വളരെ പ്രതീക്ഷയോട് കൂടി നോക്കിയിരുന്നതാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ. തീർച്ചയായിട്ടും എല്ലാവരിലും അതൊരു നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് വളരെ ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് എന്താണ് പ്രയോജനം? എന്നാൽ അത് സാധാരണക്കാരിലേക്ക് കൂടി, അത് സാധാരണക്കാർക്ക് പ്രയോജനപ്രദമായ രീതിയിൽ അത് ചെയ്യുകയാണെങ്കിൽ എത്രയോ മനോഹരമായിരുന്നു, എത്രയോ ആശ്വാസകരമായിരുന്നു. എന്നാൽ സാധാരണക്കാരായ ജനങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന, അവർ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമായിട്ട് ഗവൺമെന്റ് അത് നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലേക്കാണ് അവിടെ ബജറ്റ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന, അവർക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ വരുന്ന ഓരോ പ്രശ്നങ്ങളും അവർക്കത് ഒരു വലിയൊരു തടസ്സമായിട്ടാണ് ഇന്നത്തെ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാതിരിക്കുന്നതിൽ കൂടി അവർ വരാൻ പോകുന്ന ദുരിതങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ പല കാര്യങ്ങൾ ചർച്ച ചെയ്തു, ഭൂനികുതി അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. പക്ഷേ നമ്മൾ സ്ത്രീകൾക്ക് ഈ ഒരു ബജറ്റിൽ എന്ത് കാര്യമായിട്ടുള്ളൊരു പദ്ധതികൾ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടായി എന്നതുകൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ലേ? ഉറപ്പായിട്ടും ഇത് ചർച്ച ചെയ്യേണ്ടതാണ്. ഇന്നത്തെ ബജറ്റിൽ സ്ത്രീ സമൂഹത്തിനെ പറ്റി നമുക്കറിയാം. സ്ത്രീ ശാസ്ത്രീകരണം നടക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും സ്ത്രീകൾക്ക് വേണ്ട പരിഗണന ഒരു സ്ഥലത്ത് പോലും പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളത് സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖമായ ഒരു അനുഭവമാണ് ഇന്നുണ്ടായിട്ടിരിക്കുന്നത്. സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ദുരിതവും യാതനയും ബുദ്ധിമുട്ടും എല്ലാം അനുഭവിക്കുന്നത്. എന്നാൽ സ്ത്രീകൾക്ക് വേണ്ട അവരുടെ ദൈനംദിന ജീവിതത്തിൽ, അവരുടെ ഉന്നമനത്തിന്, കുടുംബം പുലർത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. എന്നാൽ ഒരല്പം പോലും സ്ത്രീകൾക്ക് വേണ്ട പ്രാതിനിധ്യം കൊടുക്കാതിരുന്നത് വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ധാരാളം പദ്ധതികൾ ഇന്നിവിടെ പ്രകടിപ്പിക്കുകയുണ്ടായി. പക്ഷെ ഒരു കാര്യം പോലും ഫോക്കസ് ചെയ്യാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടിരിക്കുന്നത്. സ്ത്രീകളെ തഴഞ്ഞതിൽ, സ്ത്രീകൾക്ക് വേണ്ട പരിഗണന
കൊടുക്കാത്തതിൽ ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാരായ അല്ലെങ്കിൽ സാധാരണക്കാരിൽ താഴേക്കിടയിലുള്ളവർക്കൊക്കെ ഒരു ആശങ്ക ജനിപ്പിക്കുന്ന ഒരു ബജറ്റ് ഇന്ന് ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീമതി ബിജി ഷിബു ഞങ്ങളോടൊപ്പം ചേർന്നതിന്. എന്തായാലും ഫോക്കസ് ഇല്ലാത്ത ഒരു ബജറ്റാണ് എന്ന് പറയുമ്പോഴും ചില പ്രഖ്യാപനങ്ങൾ, പോസിറ്റീവായ പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ട്. പക്ഷേ നമ്മുടെ ഒരു പരിമിതി, അതായത് നമുക്ക് പണമില്ല എന്നുള്ളത് വലിയൊരു പരിമിതിയായിട്ട് അത് നേരത്തെ പറയും. ധനമന്ത്രി അത് കൃത്യമായി പറയുകയും ചെയ്തു അല്ലേ.